നമ്മുടെ പാലുകാച്ചൽ ദിവസത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പം കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ. മെയ് 3 നമ്മൾ പാല് കാച്ചി. പക്ഷേ വീഡിയോസൊക്കെ ഇടാനായിട്ട് കുറച്ച് താമസിച്ചിട്ടോ. കാരണം തിരക്കായിരുന്നു. വീട് ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ചില്ലറ കാര്യമൊന്നുമല്ല. എന്നിട്ടും ഇതുവരെയായിട്ടും ഒട്ടും റെഡി ആയിട്ടില്ല കേട്ടോ. കാരണം ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാനും എടുക്കാനും നമ്മുടെ മിക്കുവിനെയും പിങ്കുവിനെയും പോലും ഇത്രയും ദിവസമായിട്ടും ഈ ഒരാഴ്ചയായിട്ട് പോലും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാൻ താമസിച്ചത്. രാവിലെ 7-നും 7:40 ഇടയ്ക്കായിരുന്നു നമ്മുടെ പാല് കാച്ചൽ സമയം. അപ്പം ഞങ്ങൾ രാവിലെ കുളിച്ചൊരുങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട് പണിഞ്ഞ വീട്ടിൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ആശാരിയല്ലേ നമുക്ക് പാല് കാച്ചലിന് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. അപ്പം ഞങ്ങൾ വരുന്നതിന് മുമ്പേ അദ്ദേഹം എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയും പേര് കുളിച്ചൊരുങ്ങി വന്നപ്പോഴത്തേക്കിനും ഒരു ഇച്ചിരി ലേറ്റായില്ല. എന്നാലും നമ്മുടെ വീടടുത്താണ്, ഒത്തിരി താമസിച്ചില്ല. ഞങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പം പൂമാലയൊക്കെ രാവിലെയാണ് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഫർണിച്ചറൊക്കെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ അലമാരിയും കട്ടിലുമൊക്കെ നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്തിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ ക്ലീനിങ് കാര്യത്തുണ്ടായിരുന്നു കൊണ്ടുവരുന്നത്. അപ്പോൾ തലേന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ കട്ടിൽ അഴിച്ചാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് റൂമിൽ കയറ്റി വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തിട്ട് പോയി കേട്ടോ. പക്ഷേ കബോർഡ് ഇങ്ങനെ നമുക്ക് കബോർഡല്ല, ഈ അലമാരി ഉണ്ടല്ലോ, അലമാരി നമുക്ക് ഇങ്ങനെ അത് അഴിച്ച് കൊണ്ടുപോകണമായിരുന്നു. അഴിച്ച് മേളിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ തലേന്ന് രാത്രി വന്നുകൊണ്ട് തന്നെ അവർക്ക് സമയമില്ലായിരുന്നു. അപ്പോൾ അവരവിടെ വെളിയിൽ വെച്ചിട്ടാണ് പോയിട്ട്. അപ്പോൾ പലയാച്ചൻ്റെ അന്ന് വന്ന് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തൻ്റെ മുഹൂർത്തമായി. ഞങ്ങൾ പലയാച്ചി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നിലവിളക്ക് വയ്ക്കിയിട്ട് ഗൃഹനാഥ പോവുക. അപ്പം 2 പേരും 2 മക്കളും പച്ചക്കറി പലവ്യഞ്ജനം അങ്ങനെ നമ്മുടെ അടുക്കളയിലൊക്കെ ആവശ്യമായ സാധനങ്ങൾ. അപ്പം ആഷ്മയുടെ കുടത്തിൽ നിറച്ചും വെള്ളം ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകുമ്പം ഗൃഹനാഥൻ ഇങ്ങനെ താക്കോല് തുറന്ന് വീട് ഗൃഹനാഥനാണ് താക്കോലിട്ട് കഥ തുറന്ന് നമ്മൾ കയറുന്നത്. ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാലും പാലുകാച്ചൽ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ചേച്ചിയുടെ അനിയത്തിൻ്റെ ഒക്കെ വീട് വെച്ചിട്ടൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇച്ചിരി ദൂരമായിരുന്നു. നമ്മൾ പാലുകാച്ചൽ ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പം ഈ ഒരു ചടങ്ങ് സത്യം പറഞ്ഞാൽ എനിക്കും അത്ര അറിയത്തില്ലായിരുന്നു കേട്ടോ. പാലുകാച്ചൽ എന്ന് പറയുന്നെങ്കിലും നമ്മൾ ഇപ്പം തന്നെ ഞങ്ങളുടെ ഈ പാലുകാച്ചൽ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് പേരെ ഉള്ളായിരുന്നു. നമ്മൾ വിളിച്ചവരെല്ലാം ആ സമയത്ത് പറഞ്ഞൊന്നുമില്ല. അതുപോലെയാണ് നമ്മൾ വേറൊരാൾ പാലുകാച്ചലിന് വിളിക്കുമ്പം ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കും അറിയത്തില്ല. അപ്പോൾ തന്നെ നമ്മൾ എൻ്റെ വീട്ടുകാർ മാത്രം 5-6 പേരെ മാത്രമേ ഉള്ളൂ ഈ ഒരു ചടങ്ങിന് ആ സമയത്ത്. ബാക്കിയുള്ളവരെല്ലാം പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഏതാണ്ട് എല്ലാം അടുക്കളയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പ്രത്യേകം ഒരു അടുപ്പ് വാങ്ങി അതിലാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിതൊക്കെ നല്ലോണം ഒരു വീഡിയോ ഒക്കെ എടുത്തിടണമെന്നുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ അറിയാവുന്ന ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പം കുറച്ച് ഞാൻ ലച്ചുവിനെ ഏൽപ്പിച്ചു. ലച്ചുവായാലും വലിയ ഒരു രസമായിട്ടൊന്നും എടുക്കുന്നില്ലല്ലോ. എന്തായാലും ഇത്രയൊക്കെ എനിക്ക് എടുക്കാൻ പറ്റും. കുറച്ചേ ഉള്ളൂ കേട്ടോ. പാലുകാച്ചൽ ദിവസത്തെ ഫുൾ വീഡിയോ ഇല്ല ഞാൻ എടുക്കാം. നമുക്ക് അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. വീഡിയോ എടുത്തു തരാൻ പ്രത്യേകിച്ച് ആൾക്കാരും ഇല്ലായിരുന്നു. അങ്ങനെ എന്താണ്ട് അടുപ്പൊക്കെ കത്തിച്ചേട്ടോ. നമ്മുടെ മേശിരി ആശാരി 2 പേരുമാണ് മെയിനായിട്ടുള്ള ആൾക്കാരാണ് നമുക്കിതിനെല്ലാം കൂടെ നിന്ന് ഇതെല്ലാം പറഞ്ഞു തരുന്നത് കേട്ടോ. അങ്ങനെ തൊഴുതൊക്കെ പിടിച്ച് ഞാൻ നമ്മുടെ പുതിയ അടുക്കളയിലോട്ട് പാചകം തുടങ്ങുകയാണ്. തലേന്ന് രാത്രിയിലും 11 മണി 11:30 ഞങ്ങൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പോയപ്പോഴത്തേക്കിനും കേട്ടോ. അതുവരെയും പണിയായിരുന്നു. അപ്പം ഞാനും വീട്ടിലെ അമ്മയും ചേച്ചിയും അനിയത്തിയും ഞങ്ങളെല്ലാവരും കൂടെയാണ് ഫുൾ ക്ലീനിങ് നടത്തിയത് കേട്ടോ. ക്ലീനിങ്ങിന് 2 പേര് വന്നിരുന്നു. പക്ഷേ അവരൊരു 7 മണിയായപ്പോഴത്തേക്കിനും പോയി. പിന്നെയും നമുക്കിവിടെ കബോർഡിൻ്റെ ഒക്കെ പണി തീർന്നപ്പോഴത്തേക്കിനും ഏകദേശം രാത്രി 11 മണിയൊക്കെ കേട്ടോ. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കുളിച്ച് ആഹാരമൊക്കെ കഴിച്ച് എപ്പോഴാണ് കിടന്നതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഉറങ്ങിയതൊന്നും ഇല്ല. എത്ര ദിവസത്തെ ഉറക്കക്ഷീണമാണ്. പുതിയ വീട്ടിൽ വന്നപ്പോൾ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരിക്കും. എനിക്ക് ഇത് വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ പിള്ളേരിടയ്ക്ക് വന്നെങ്കിൽ ശല്യം ചെയ്യും. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു അങ്ങോട്ട് എൻ്റെ പുറവിന് വരിക, അവിടെ കിടന്നല്ലേ കേട്ടോ. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഇത് ബഹളം കേൾക്കുന്നത് കേട്ടോ. സമ്മതിക്കുന്നില്ല ഡബ് ചെയ്യാനായിട്ട്. മറ്റേ നമ്മുടെ പഴയ വീട്ടിലാകുമ്പോൾ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് ഞാൻ ഏതെങ്കിലും മൂലയിൽ പോയിരിക്കുമ്പോൾ അവിടെ അങ്ങ് ഇരിക്കും. ഞാൻ അവിടെ നിന്ന് അങ്ങ് ചെയ്യും. അവിടെ മരങ്ങ് വരത്തില്ല. എന്തുവായാലും ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം നടക്കും. നമ്മൾ കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. ഏറ്റവും അടുത്ത ബന്ധുക്കൾ, കൂട്ടുകാർ, നമ്മുടെ തൊട്ടയലത്തുള്ള നമ്മളിപ്പോഴത്തെ പുതിയ വീടിൻ്റെ തൊട്ടയലത്ത് കുറച്ച് വീടുകളും നമ്മൾ പഴയ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ കുറച്ച് അയലത്തുകാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ വലിയ ഫംഗ്ഷനായിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് കുറച്ച് സാധനങ്ങൾ പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റണം എന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പലചരക്ക് സാധനങ്ങൾ പച്ചക്കറി കാര്യങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങൾ നമ്മുടെ കടയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, റേഷൻ കടയിൽ കേട്ടോ.
കാരണം വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് നമ്മൾ കടയിലങ്ങ് ഇറക്കി വെച്ചു. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് കടയും വീടും കൂടെ ഒരുമിച്ചായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ. അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ച് സാധനങ്ങൾ മാറ്റണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ക്ലീനിങ് ഒക്കെ കഴിയാത്തതുകൊണ്ട് താമസിച്ചുകൊണ്ട് ഒന്നും മാറ്റാൻ പറ്റിയില്ല. ഡ്രസ്സും കാര്യങ്ങളും ഒന്നും കേട്ടോ. എന്തുവായാലും പാല് കാച്ചിന് വലിയ വിപുലമായിട്ടുള്ള ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് വൈകുന്നേരം പിന്നെ നമ്മുടെ പഴയ വീട് അടുത്താണ്ട് അവിടെ നിന്ന് പോയി കുറച്ച് സാധനങ്ങൾ തുണികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അന്ന് തന്നെ ഞങ്ങളിവിടെ താമസം തുടങ്ങി. അങ്ങനെ തന്നെ എൻ്റെ പൊങ്കാല പായസം അരി ഇച്ചിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. പായസമല്ല, പാല് ഇതാണ്ട് എല്ലാം തിളച്ച് തൂവി എല്ലാം ഭംഗിയായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. വിളിച്ചവരൊക്കെ കുറച്ച് പേര് രാവിലെ വന്ന്, കുറച്ച് പേര് ഉച്ചയ്ക്ക്, രാത്രിയിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പം രാവിലെ വന്നവർക്ക് കാപ്പി, ഉച്ചയ്ക്ക് വന്നവർക്ക് ഊണും വരെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് പാചകക്കാരനാണെങ്കിൽ വൈകിട്ടത്തേക്ക് കുറച്ച് 10-20 പേർക്കുള്ള ഫ്രൈഡ് റൈസും ചിക്കനും കൊണ്ടു തന്നായിരുന്നു. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ ആരും ഇല്ലായിരുന്നു. ഒരുപാട് ഫുഡൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ട് വേസ്റ്റൊന്നും ആയില്ല. വന്നവരൊക്കെ കുറേയൊക്കെ കൊണ്ടുപോയി കേട്ടോ. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ വീട് മിസ് ചെയ്തു നമ്മളിവിടോട്ട് താമസം മാറിയതിന് ശേഷം. കാരണം എല്ലാവർക്കും ഒന്ന് പൊരുത്തമാവാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കേട്ടോ. നമ്മൾ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ പഴയ വീട്ടിൽ താമസിച്ചിട്ട് അത് നമ്മുടെ സ്വന്തം വീടായിട്ടായിരുന്നു. വാടക വീടായിരുന്നെങ്കിൽ നമുക്ക് അത്ര അങ്ങോട്ട് വിഷമവും തോന്നില്ലായിരുന്നു. പക്ഷേ നമ്മുടെ സ്വന്തം വീടായതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ വീട് നമുക്ക് വല്ലാതെ മിസ് ചെയ്ത്. തന്നെയല്ല മിക്കുവിനും പിങ്കുവിനെയൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ ഗേറ്റ് പണിഞ്ഞിട്ടില്ല, ബൈക്കിൽ മതിൽ പണിഞ്ഞിട്ടില്ല, പിന്നെ പട്ടിക്കൂടൊക്കെ ഉണ്ടാക്കി എങ്ങനെ പോയാലും ഒരാഴ്ചത്തെ താമസമുണ്ട്. അപ്പം നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് ഇനി പഴയ വീട്ടിലോട്ട് കൊണ്ടുവേണം കൊടുക്കാനും അവരെ അയച്ചു വിടാനൊക്കെ നമ്മൾ ദിവസം 2-3 നേരം പഴയ വീട്ടിലോട്ട് പോയേ പറ്റൂ. പക്ഷേ നമ്മുടെ ആഷ്മി ആണെങ്കിൽ പാല് വെച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി കിടന്ന് കരയുമായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. വീട്ടിൽ പോകണേ, എനിക്ക് വീട്ടിൽ പോകണേ എന്ന് പറഞ്ഞ് കിടന്ന് കരയുമായിരുന്നു. അയ്യോ, അങ്ങനെ എല്ലാവർക്കും എന്തോ ഒരു മാനസിക പ്രയാസം ഉണ്ടെന്ന്. ഒരു കണക്കിന് നമ്മൾ ഈ വീടൊക്കെ വെച്ച് തുടങ്ങിയപ്പോൾ നമുക്കൊരു സന്തോഷമായിരുന്നു. പുതിയ വീട് കാര്യങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിരുന്നു. താമസിക്കാൻ തുടങ്ങിയ ശേഷം എല്ലാവർക്കും ഇത് തന്നെ അവസ്ഥ, ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട്. നമ്മൾ അത്രയും നാൾ ശീലിച്ച കാര്യങ്ങൾ, നമ്മൾ കിടന്നുറങ്ങിയ മുറി ഒക്കെ പെട്ടെന്നൊരു ദിവസം മാറുമ്പോഴത്തേക്കിന് മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടാവും. തന്നെയല്ല മിക്കും പിങ്കും ഒക്കെ, എനിക്കത് ഭയങ്കര മാനസിക പ്രയാസമായിരുന്നു കേട്ടോ. അവരെങ്ങനാവും, അവരുടെ മനസ്സുണ്ടോ നമ്മളെ കാണാതെ ബഹളം വയ്ക്കുമെന്നൊക്കെ. പക്ഷെ നമ്മൾ പിറ്റേന്ന് ചെന്നപ്പോൾ നമ്മൾ അയലത്തേരൊക്കെ പറഞ്ഞു അവരെയും കൊണ്ട് യാതൊരു ശല്യമില്ലായിരുന്നു. ഞാൻ പിന്നെ അവിടുത്തെ ലൈറ്റൊക്കെ ഇട്ടേച്ചാൽ വരുന്നത് കേട്ടോ, റോക്കൊക്കെ അയച്ചു വിട്ടൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ശല്യവും ഇല്ലായിരുന്നു, അവർ സൈലൻ്റ് ആയിരുന്നു, അവർക്കൊരു കുഴപ്പമില്ലായിരുന്നൊക്കെ കേട്ടപ്പോൾ ഒരു സന്തോഷമായിട്ട്. അപ്പോൾ എന്തായാലും 2 ദിവസം കഴിഞ്ഞ് ഞാൻ കൊണ്ടുവരും, അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പം ഞാൻ എല്ലാവരും, എനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി കേട്ടോ. ഞാൻ എല്ലാവരോടും ഒന്നും മേടിക്കുന്നില്ല, ഒന്നും കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ എല്ലാവരും കുറേ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇത് പാലുകാച്ചി കഴിഞ്ഞിട്ട് പിറ്റേന്നുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഗേറ്റിൻ്റെ പണി നടക്കും കേട്ടോ. അതായത് ഇടയ്ക്കിടയ്ക്ക് സൗണ്ടൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഞാൻ കുറേ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.